ആലോചിക്കാനും ഒക്കെ ഒരു അവസരം നൽകുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. ഞാനത് അവിടെ പറയാറുള്ളൂ, ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് സ്ക്രീനിൽ വന്നിപ്പോൾ നമ്മുടെ ഓഡിയൻസ് കൂടെ ചിരിക്കുക, കൈയ്യടിക്കുക, പിസിലിടിക്കുക, കരയുക എന്നൊക്കെ പറഞ്ഞത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ഒരു പ്രൗഡാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ആർട്ടിസ്റ്റ്, നമ്മുടെ മാം എന്നുള്ളൊരു ഒരു അഹങ്കാരമുണ്ട്, അതുണ്ടായിരുന്നു. അത് വലിയ സന്തോഷം തന്നെയാണ്. അങ്ങനെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് നിറഞ്ഞ അടുത്ത് കാണുമ്പോൾ സ്ക്രീനിൽ പിന്നൊന്നും ജഡ്ജ് ചെയ്യാനുള്ള അതൊന്നും എനിക്ക് കഴിവില്ല. പക്ഷെ പെർഫോമൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു സിനിമ നിരാശപ്പെടുത്തിയില്ല, അതുകൊണ്ടാണ് ഒരു പൊസിഷനിലായിരുന്നു. ബഷീർ എന്ന് പറയുന്ന നമ്മുടെ മലയാളി സ്നേഹിക്കുന്ന വലിയൊരു നടിയുടെ തിരിച്ചുവരവാണ്, ബാക്കാണ്. മത്സരയുടെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനൊരു സിനിമ വരുന്നത് തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അത്രത്തോളം നന്നായിട്ട് സിനിമ മൺഫുഡിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നമുക്ക് സാധാരണ കാണുന്ന ഒരു ഋഷി ചെല്ലുന്നത് വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ മുഴുവൻ എനർജിയും കാണിച്ചു തന്നെയാണ് ഋഷി ഇതിൽ ചെയ്തിട്ടുള്ളത്. അസാധ്യമായിട്ടുള്ള പെർഫോമൻസാണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വളരെ ഹൃദ്യമായ ഒരു പടം, നല്ലൊരു മെസ്സേജുള്ളൊരു പടം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കാരണം അമ്മമാരെയൊക്കെ എല്ലാവരും, അമ്മമാരായാലും അച്ഛന്മാരായാലും വയസ്സായി എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ ഓൾഡ് ഏജ് ഹോമിലും അമ്പലങ്ങളിലും പല സ്ഥലത്തൊക്കെ ഉപേക്ഷിച്ച് പോവില്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അവരെ ആ ഒരു ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി ഉണ്ടാക്കുന്ന മക്കൾ ഒരു അവസ്ഥയിലേക്ക് ഇവർ തള്ളിവിടുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഋഷിച്ച് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹൃദ്യമായൊരു പടം, നല്ലൊരു എക്സ്പീരിയൻസ്. ഇമോഷൻസ് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ബേബിയമ്മ പോലുള്ള റിയൽ സ്റ്റോറിയാണെന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ബേബിയമ്മ പോലുള്ള റിയൽ അമ്മമാർക്ക്, ജെനുവനായിട്ടുള്ള ജനറലൈസ് ചെയ്ത എല്ലാ അമ്മമാരെയും എന്ന് പറയുന്നില്ല, ബേബിയമ്മ പോലുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള നല്ല അമ്മമാർക്കുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയാണ് സിനിമ. ആൻഡ് ഓർവിസ് ചേച്ചി ആ ക്യാരക്ടറിനോട് കംപ്ലീറ്റ് നീതി വളർത്തിയിട്ടുണ്ട്. ഒരുപാട് അത്ഭുതപ്പെടുന്നവരെ കാണുമ്പോൾ ഈ സിനിമ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും കരഞ്ഞു. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. നല്ലപോലെ ഒന്ന് കരഞ്ഞു, സമ്മതിക്കാൻ പാടില്ല.